ഹായ് ഹലോ എംആർ പോൾട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നല്ലൊരു വെയിലൊക്കെ കിട്ടിയൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കോഴികളും നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവർ എന്താ പറയുക ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവർക്ക് ഞാൻ ഗോതമ്പും അരിയും കൂടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അവർ ഉഷാറായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഓടി നടക്കുന്നുണ്ട്. എല്ലാം അവർ മൊത്തത്തിൽ ഹാപ്പിയാണ്, കൂടെ ഞാനും. കാരണം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവർ നനഞ്ഞ് കുളിച്ചെല്ലാം കൂടെ മൊത്തത്തിലൊരു ദയനീയമായ അവസ്ഥയായിരുന്നല്ലോ അന്ന്. ഭയങ്കര കനത്ത മഴേൻ്റെ സമയത്തായിരുന്നു. അപ്പം 2 ദിവസം മഴ മാറി നിന്നപ്പം മൊത്തത്തിൽ തന്നെ ഒരു മാറ്റം വന്നു. കാരണം ആ വെള്ളമൊക്കെ കുറേയൊക്കെ ഒന്ന് നമ്മളെ കൂടിൻ്റെ ഉൾഭാഗത്തു നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞ് പോയപ്പോൾ തന്നെ കുറേയൊക്കെ ഒരു സമാധാനമായി. പിന്നെ എനിക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ കോഴികൾ ഒക്കെ കോഴീനെയും കോഴിമുട്ടയും വിറ്റ് മാത്രം പൈസ ഉണ്ടാക്കിയാൽ പോരാ, ഒരു കൂടൊക്കെ ഉണ്ടാക്കണം, പിന്നെ മഴക്കാലമാണെന്ന് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ശരിയാണ്, മഴക്കാലമാണെന്നൊക്കെ അറിയാം, പിന്നെ കൂട് വേണം, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ എന്തിനും നമുക്ക് പൈസയ്ക്ക് പൈസ വേണ്ടേ? ഒരു സാധാരണ രീതിയിലുള്ള ഒരാൾക്ക് ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? നല്ല രീതിയിൽ ഒരു കൂടൊക്കെ വെച്ച് നല്ല രീതിയിൽ കോഴി വളർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാവരെ പോലെ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഒരു വരുമാനം വേണ്ടേ? അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെയൊരു സെറ്റപ്പ് ആക്കിയത്. അതെന്തോ ആവട്ടെ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കോഴിക്ക് ഈ ഇതിൻ്റെയൊക്കെ ഒരു പേടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴയൊക്കെ കൊണ്ടിട്ട് എൻ്റെ അസുഖം വരുമെന്നുള്ളത്. അപ്പോൾ എനിക്കൊരു കമൻറ്റിൽ ഒരാൾ പറഞ്ഞു തന്നതാണ് കഞ്ഞിവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊടുത്തതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് കോഴിമക്കളും കൂടെ വിരിഞ്ഞ കാര്യം. അതൊരു 6 കോഴിമക്കളെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരിതാ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്, കൂട്ടിലുണ്ട്. ഞാൻ പുറത്തേക്കൊന്നും വിട്ടില്ല കേട്ടോ. പിന്നെ അതിൽ നിന്നൊക്കെ മഴയും പിന്നെ ചളിയും കാര്യങ്ങളൊക്കെ അതിനെക്കൊണ്ട് ഞാൻ കൂട്ടിൽ തന്നെ ഇട്ടിട്ട് അവർക്ക് അതിൽ ഫുഡ് കൊടുക്കുകയാണ്. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ കഞ്ഞിവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരും ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് പിന്നെ ഇപ്പം 3 ആഴ്ച ആയ കോഴിമക്കളാണ് കേട്ടോ. നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. 6 മക്കളാണുള്ളത്. നല്ല അടിപൊളി മക്കളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം എന്ന് വെച്ചാൽ കഴിഞ്ഞ അന്നത്തെ ആ മഴ അത്രയും നനഞ്ഞിട്ടും വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അവർക്ക് വന്നിട്ടില്ല. ഞാൻ പിന്നീട് അവർക്ക് മൊത്തം നനയാണ്ട് നിൽക്കാനുള്ള ഓരോ വഴി ചെയ്തതിന് ശേഷം കൂടെ ഒന്നും നനഞ്ഞയോ ഉള്ളിൽ നനയോ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. അവർ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ആദ്യത്തെ കോഴിമക്കളൊക്കെയാണ്. ഇതൊക്കെ എല്ലാവരും ഉഷാറായിട്ട് കൊത്തിപ്പകർക്കി നടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. കാരണം ഇതാണ് അവസ്ഥ. എന്തായാലും നനവ് എന്താ പറയുക, ചളിയായി നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഇനി മാറണമെങ്കിൽ നന്നായിട്ട് വെയിലിറക്കണം. ഇപ്പോഴും ഇങ്ങനെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ചളിവിളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയറുമ്പം തന്നെ ഈ ചളി മൊത്തം നമ്മളെ കാലിൻ്റെ കൂടെ പോരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇപ്പം അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കുറച്ചൊന്ന് വെയിലോ അങ്ങനെയൊക്കെ നന്നായിട്ടൊന്ന് ഇതായിട്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. കാരണം ഒരു ഫാമായിട്ട് തന്നെ ആണ് ഞാൻ മുന്നോട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കുറച്ചൊരു നെറ്റൊക്കെ കെട്ടിയിട്ട് ഇങ്ങനത്തെ അല്ല, കുറച്ച് കുറഞ്ഞ രീതിയിൽ ഒരു ഏരിയയിൽ നമുക്ക് സിമൻറ്റ് കട്ടൊക്കെ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ഒരു ഷീറ്റൊക്കെ ഇട്ട് മഴയും വെയിലും കൊള്ളാത്ത രീതിയിലേക്ക് ഇവരെ ഒന്ന് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഇതിനോടൊന്നും നല്ല കൂടുതൽ താല്പര്യം കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഇവരെ നല്ല രീതിയിൽ പുറത്ത് വിട്ട് തന്നെ വളർത്താനാണ് ആഗ്രഹം. ഇപ്പം ഇവിടെ നായും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ടാണ് കേട്ടോ എനിക്ക് പുറത്തേക്കൊന്നും വിടാൻ പറ്റാത്തത്. കഴിഞ്ഞ ദിവസം തന്നെ എനിക്കൊരു പുള്ളിക്കോഴിനെ നായോ കുറുക്കനെന്തോ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഈ 3-4 കോഴികൾ എപ്പോഴും പുറത്ത് എങ്ങനെയെങ്കിലും ഇവർ കടക്കും. ഒരു പ്രാവശ്യം കടന്നു കഴിഞ്ഞാൽ പിന്നെ അതേ വഴി ഇവർ എങ്ങനെയെങ്കിലും കടക്കാൻ നോക്കുമല്ലോ. അങ്ങനെ അത് പുറത്ത് കടന്ന സമയത്ത് ഞാൻ കണ്ടില്ലായിരുന്നു പുറത്ത് കടന്നത്. അങ്ങനെ രാത്രി കൂട് അടയ്ക്കാൻ പോയ സമയത്ത് ആളെ കാണുന്നില്ല. പിറ്റേന്ന് നോക്കിയപ്പോഴും കാണുന്നില്ല. കൊണ്ടുപോയി